ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സാപ്പ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗ്രീൻ പീസ് മസാലയാണ്. അതിലിപ്പോൾ എന്താല്ലേ പുതുമ എന്താ വെച്ചാൽ ഉള്ളിയും വെള്ളുള്ളി ഇല്ല, പിന്നെ അതേപോലെ എണ്ണയില്ല, കുറേ കഷ്ണങ്ങൾ മുറിച്ച് വഴട്ടിയെടുത്തിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ക്വിക്ക് ബാച്ചിലേഴ്സ് റെസിപ്പിയാണ്. പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും റെഡിയായി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇപ്പോൾ അത് ഒരു 1/4 കിലോനെക്കാട്ടിലും കുറച്ച് കുറവ് 200 ഗ്രാം പീസ് എടുത്തിട്ട് ഞാൻ തലേന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് തലേന്ന് രാത്രി വെക്കാം. അപ്പോൾ രാത്രി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തലേന്ന് രാവിലെ വെക്കാം. ഏകദേശം ഒരു 8 മണിക്കൂർ നമ്മൾ കുതിരാൻ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നല്ല പഴുത്തിട്ടുള്ള 2 തക്കാളിയാണ്. പഴുത്തിട്ടുള്ള തക്കാളി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പഴുക്കാത്ത തക്കാളി എടുത്താൽ പുളി കൂടും. ഇനി നമ്മുടെ തക്കാളി ഇതെങ്ങനെ മുറിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. ഇതെങ്ങനെ ഒരു 2 കട്ട്, ഒരു തക്കാളിയുടെ ഹാഫ് വരെ ഡീപ്പായിട്ടുള്ള 2 കട്ട് ഇത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ തക്കാളി നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ തക്കാളിയും. ആപ്പിൾ തക്കാളി എടുക്കണതാണ് നല്ലത്, അതുണ്ടെങ്കിൽ അതെടുക്കുക. കണ്ടോ? ഇനി പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ കുറച്ച് കാഷ്യൂ, ഒരു 6 കാഷ്യൂ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ദഹിക്കാൻ വേണ്ടിയിട്ട്, വെള്ളുള്ളി എടുക്കണില്ലല്ലോ. പിന്നെ ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഞാൻ അത് തോല് കളഞ്ഞ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബാക്കി എടുക്കാം. ഈ പൊട്ടാറ്റോ ആണ് നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ ഒരു തിക്നെസ് തരാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ വേവിച്ചിട്ടാണ് നമ്മൾ ചേർക്കാൻ പോണത്. അപ്പോൾ ഈ പൊട്ടാറ്റോ ആണ് നമ്മുടെ ഉള്ളിക്ക് പകരം നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് തരിക. ഇതും പിന്നെ അതേപോലെ തന്നെ കാഷ്യൂ. അപ്പോൾ കൂടുതൽ കാഷ്യൂ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഓയിൽ എടുക്കണില്ല, അപ്പോൾ കൂടുതൽ കാഷ്യൂ ആഡ് ചെയ്ത് കൊളസ്ട്രോൾ കൂട്ടണ്ട വെച്ചിട്ട് ഞാൻ ഇത്ര എടുത്തുള്ളൂ. പിന്നെ നമ്മൾ ആവശ്യമുള്ള എടുത്തുന്നത് ഒരു ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കം കേട്ടോ. ഒരു ക്യാപ്സിക്കം ഇല്ല, 1/2 ക്യാപ്സിക്കം. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് പറ്റുന്നെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് എന്ന് പറയുന്നത് ഒരു ബേ ലീഫിൻ്റെ ഹാഫ് കേട്ടോ. അപ്പോൾ വലിയ ബേ ലീഫ് ആണെങ്കിൽ ഇതിൻ്റെ ഹാഫേ നമുക്ക് ആവശ്യമുള്ളൂ. ചെല്ലെങ്കിൽ ഈ ഭാഗം, അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഈ ഹാഫ് നമ്മൾ എടുക്കും. പിന്നെ ആവശ്യമുള്ളത് 2 ഗ്രാമ്പൂ, പിന്നെ ഒരു ജാതിപ്പൂവിൻ്റെ പെറ്റല്, പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സിനമൺ സ്റ്റിക്കാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു പിഞ്ച്, ഒരു നുള്ള് പെരുംജീരകം. ഇതൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള സ്പൈസസ്. നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് കുറച്ച് വെള്ളം, അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ എല്ലാ വെജീസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ. അതിലേക്ക് ബേ ലീഫ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കില്ല. നമ്മളത് ലാസ്റ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പം നമ്മുടെ പ്രഷർ കുക്കർ നമ്മൾ അടച്ച് വെക്കാൻ പോവാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഏകദേശം വിസിലിട്ടിട്ട് 2 വിസിൽ വരുത്തണം. ഏകദേശം 2 വിസിൽ വരുത്തുക. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് പ്രഷർ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഉണ്ടോ, നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഈ ടൊമാറ്റോസൊക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. തൊലി കണ്ടാൽ മനസ്സിലാവില്ലേ? കണ്ടോ, തൊലി ഇങ്ങനെ അടർന്ന് വരാൻ തുടങ്ങി. കണ്ടു? അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ മുറിച്ച് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കിത് കൂൾ ഡൗൺ ചെയ്ത് പേസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആറണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല മിക്സ് ഉണ്ടാക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. വെജിറ്റബിൾ മസാല വേണമെങ്കിൽ എടുത്തോളൂ, ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യണേ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കണത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ
പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സാധാരണ മുളക് പൊടിയല്ല. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കസൂരി മേത്തി കേട്ടോ. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കസൂരി മേത്തി ഞാനിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് സ്മാഷ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. പീസ് മസാലയിൽ കുരുമുളക് പൊടി നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല മിക്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫുൾ റെഡിയാക്കി വയ്ക്കുക. കാരണം നമ്മളിത് ഡയറക്റ്റായിട്ടാണ് ആഡ് ചെയ്യുക. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വയ്ക്കാം. ഇനി നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഞാൻ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ 1/2 ബേ ലീഫ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് വരും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിക്കൺ ആവാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ പൊട്ടേറ്റോസിൻ്റെയും നമ്മുടെ ടൊമാറ്റോസിൻ്റെയും ഒക്കെ റോ ആയിട്ടുള്ള ടേസ്റ്റ് ഇല്ലേ അത് പോവുക. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയിലേക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതൊന്നും കൂടെ ആ പുളിപ്പും അതൊക്കെ കുറഞ്ഞു കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടി തിക്കനാക്കി എടുക്കുന്നത്. ഈ ഒരു സമയം മാത്രമേ നിങ്ങൾക്ക് അടുപ്പിൻ്റെ അടുത്ത് ചിലവഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ക്വിക്ക് റെസിപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് കാണിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും നീണ്ടു പോണത് കേട്ടോ. ഇതപ്പോൾ ഒന്ന് മെല്ലെ കട്ടിയായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കാണില്ലേ? അപ്പോൾ ഇങ്ങനെ കട്ടിയായി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ തിക്കായി വരുന്നതിൻ്റെ അർത്ഥം അത് നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ മസാല മിക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ കറി തിക്കനായി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കറിയിലേക്ക് നമ്മൾ കാഷ്യൂ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ നല്ലോണം ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നോ ഓയിൽ റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുകയാണല്ലോ നമ്മുടെ മെയിൻ എയിം ഈ റെസിപ്പി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കാഷ്യൂ ആഡ് ചെയ്യാത്തത്. കൂടുതൽ കാഷ്യൂ ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. ഒന്ന് 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടൊരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. ആ സ്മെല്ല് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം 2 to 3 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു 2 മിനിറ്റ് വെറുതെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ആവശ്യത്തിന് വെള്ളമാണ്. ആദ്യം ഞാൻ മിക്സിയിൽ ചുറ്റിച്ചെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. സൈഡിലത്തൊക്കെ സ്ക്രീപ്പ് ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു 1/4 ഗ്ലാസ് ടു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് കീറിയതാണ് എരിവിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുരുമുളക് പൊടി നമ്മൾ കുറച്ചല്ലേ ചേർത്തുള്ളൂ. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്തത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ അളവനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സൈഡിലത്തൊക്കെ സ്ക്രേപ്പ് ഓഫ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, നിങ്ങളുടെ ഗ്യാസിലത്തെ ഏതാണ് ലോ ഫ്ലെയിം വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെക്കുക. വിസിലിടുക. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കി വെക്കട്ടെ. ഞാൻ കാണിച്ചത് എൻ്റെ ലോ ഫ്ലെയിം ഇതാണേ. ലോ ഫ്ലെയിമിലാക്കി വെച്ചു. എന്നിട്ട്
ലോ ഫ്ലെയിമിൽ നമ്മൾ 2 വിസിൽ കേട്ടോ, കറക്റ്റ് 2 വിസിൽ വരുത്താൻ പാടുള്ളൂ. കറക്റ്റ് 2 വിസിൽ വരുത്തി കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരിക്കും. നമ്മുടെ പീസിൻ്റെ തോടൊന്നും പൊട്ടി വന്ന് ഓവർ മഷിയൊന്നും ആവില്ല. അപ്പോൾ മാക്സിമം 2 വിസിൽസ്. 1 വിസിൽ മതിയാവും. നല്ലോണം കുതിർത്തിട്ടുണ്ടെങ്കിൽ 1 വിസിൽ മതിയാവും. 2 വിസിൽ വെക്കുക മാക്സിമം ലോ ഫ്ലെയിമിൽ. 2 വിസിൽ കഴിഞ്ഞാൽ നമുക്ക് നിർത്തിയിട്ട് ഇവിടെ പ്രഷർ ഇറങ്ങിയതിന് ശേഷം തുറന്ന് നോക്കുക. തുറക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ, നല്ല ചൂടുണ്ടാവുകയെ. ഇതുകൊണ്ട് എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ കറി ഗ്രാജ്വലി ആണ് തിക്കണാവുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വെള്ളം പോലെ തോന്നുകയൊക്കെ ചെയ്യും. ഞാൻ കാണിച്ചു തരാം. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ടി കൂട്ടണം കണ്ടോളൂ. വെള്ളം കുറയ്ക്കാൻ നിൽക്കരുത്, അടിപിടിക്കും. അപ്പോൾ ഈ അളവിൽ തന്നെ വെള്ളം ഒഴിക്കുക. 1.25 to 1.5 ഗ്ലാസ് വെള്ളം എന്ത് വന്നാലും ഒഴിക്കണം. കണ്ടോ കണ്ടോ, അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും കട്ടിയാവാൻ തുടങ്ങിയത് കണ്ടോ. നമ്മുടെ പീസൊക്കെ വന്നിട്ടുണ്ട്, തോടൊന്നും പൊളിഞ്ഞു വന്നിട്ടില്ല. ഇനി ഞാൻ പ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി അതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മുടെ ഫേവററ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. മലായിയോ ക്രീമോ, ഞാൻ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീമിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി വരാൻ പോണ വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്രീം ഇല്ല വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഫേവററ്റ് ഗാർണിഷിങ് സാധനം കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില. അപ്പം ഞാൻ ഗാർണിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എണ്ണയില്ലാത്ത, ഉള്ളിയില്ലാത്ത, ഗാർലിക്കില്ലാത്ത ഗ്രീൻ പീസ് മസാല ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് എഴുതാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു യമ്മി ഹെൽത്തി ഡെസേർട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.